ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്ന് റിവ്യൂ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമായിട്ടുള്ള മാഗ്നറ്റ് ആണോ. അതും 2021 മോഡൽ വണ്ടിയാണ്. ഓൺ റോഡ് പ്രൈസിൽ അന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് നല്ലൊരു ഡിപ്രീസിയേഷനിലാണ് നമ്മൾ ഈ വണ്ടി ഇന്ന് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ വണ്ടിയുടെ ഫ്രണ്ട് വശം നോക്കുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. വളരെ വലിപ്പമുള്ള നിസാൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു എംബ്ലോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുമ്പോഴായാലും നല്ല സ്റ്റൈലിഷ് ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ DRLന്റെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി കാണാനായാലും നല്ല ഒരു ക്യൂട്ട് ഫേസ് ആണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴായാലും. പിന്നെ സ്കിഡ് പ്ലേറ്റിന്റെ അവിടേക്ക് ആയിട്ടായാലും നല്ല ഭംഗി തന്നെ പുതിയ പുതിയ ഷേപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫോഗ് ലാമ്പുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കാം കേട്ടോ. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും കാണാവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള വണ്ടിയാണ്. ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ സൈഡ് മിറേഴ്സ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ടയറൊക്കെ നോക്കുമ്പോഴായാലും പുതിയ 4 ടയറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതും പുത്തൻ ഗുഡിയറിന്റെ ടയറാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെൻസാൻ മാഗ്നറ്റ് എന്നുള്ള ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ റൂഫ് റെയിലൊക്കെ ഓൾറെഡി കമ്പനി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സൺ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇന്ത്യയിലേക്ക് പോവാം. നിസാന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡോർ പാഡുകളും ബോഡിയാണ് വന്നിട്ടുള്ളത്. അതിൽ ഇന്റീരിയറൊക്കെ സ്റ്റൈലിഷ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ വന്നിട്ടുള്ളത് നോക്കാം. സ്റ്റിയറിംഗിൽ അതിന് അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയിൽ കയറി ഇറങ്ങാനായാലും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് കയറി ഇറങ്ങാം കേട്ടോ. നല്ലൊരു പ്രോപ്പർ ഡ്രൈവിനുള്ള ഫാമിലി കാർ തന്നെ പറയാം. അപ്പോൾ ഇന്റീരിയർ കാണിച്ചു തരാം. മിഡ് വേരിയന്റ് വാഹനം ആയതുകൊണ്ട് തന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, അതുപോലെ ഡിഫോഗർ, കമ്പനി തന്നെ കൊടുത്തിട്ടുള്ള സ്റ്റീരിയോ, അതുപോലെ AC വെന്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതും നല്ല സ്റ്റൈലിഷ് ഡിസൈനിലുള്ള ലംബോഗിനി ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനിൽ തോന്നിക്കാവുന്ന ഡിസൈനാണ്. എയർ ബാഗുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴേ ഇവിടെ നല്ല സീറ്റിംഗ് ഹൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല പ്രോപ്പറായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. കമ്പനി സീറ്റ് കവറുകളാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലായാലും കയറി ഇറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. 3 പേർക്ക് നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാവുന്ന ഇന്റീരിയറും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നായാലും അത്യാവശ്യം നല്ല ലെഗ് റൂം ഹെഡ് റൂം വരുന്നുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ കിട്ടുള്ള വെച്ചിട്ട് നല്ലൊരു ഐഡിയൽ കാറാണ്. അതുപോലെ തന്നെ ഒരു ക്രെറ്റേനേക്കാളും വലിപ്പം ഉണ്ടെന്ന് തന്നെ പറയാം. ക്രെറ്റേന്റെ വെച്ച് നോക്കുമ്പോൾ 2 വണ്ടി അടുപ്പിച്ചിട്ടുമ്പോൾ തന്നെ ഒരു വേരിയേഷൻ മനസ്സിലാവുള്ളൂ. കാരണം ആ ഒരു വണ്ടിയായിട്ട് കമ്പാരിസൺ നമുക്ക് ബോഡിയിലും അതിൽ ഇരിപ്പിലും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന ഒരു വാഹനമാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ഒന്ന് എടുത്തു പറയുന്നത് വെച്ചാൽ ഈ ഡോർ പാഡിലൊക്കെ ആയാലും ഒരു ക്ലോത്തിന്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ഭംഗിയാണ്. ഒരു പ്രീമിയം ടച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്ക് വരുമ്പോഴേലും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു റിയർ വൈപ്പറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സ്പോയിലറൊക്കെ നല്ല ഭംഗി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ബാക്കിൽ നോക്കുമ്പോഴല്ലേ ഹെവി ലുക്കാണ്. അതുപോലെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് 2 പോർഷൻ ആയിട്ട്. ഒന്ന് ബൂട്ടിന്റെ അവിടെ ഒന്ന് ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെർബോ എന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണാം കേട്ടോ. പിന്നെ മാഗ്നറ്റിന്റെ ബാഡ്ജിങ് ഒരു സ്റ്റൈലായിട്ട് തന്നെ വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുമ്പോഴായാലും നല്ല ഒരു ഏരിയ വരുന്ന ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഓൾറെഡി. അതുപോലെ 60/40 ആയിട്ട് മടക്കാവുന്ന സീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജിനുള്ള ഒരു പാഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി പ്രോപ്പറായിട്ട് തന്നെ കൊണ്ടുവരുന്ന വാഹനമാണ്. മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വാഹനമാണ് കേട്ടോ. ഈ വാഹനത്തിന്റെ ഈ സൈഡിലേക്ക് പോവാം. സൈഡ് വ്യൂ ആണ് ഈ വണ്ടിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് കേട്ടോ. ഏറ്റവും വലിപ്പം തോന്നിക്കുന്ന ഈ സൈഡ് വ്യൂ കാരണമാണ്. അപ്പോൾ ഇതിൽ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിക്ക് നല്ലൊരു ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും വീൽ കപ്പൊക്കെ നിസാൻ്റെ ഒറിജിനൽ വീൽ കപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അടിയിലായിട്ട് ആ ഒരു ബ്ലാക്കിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ. ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ബോണറ്റാണ്. തീരെ ലോ ക്വാളിറ്റി മെറ്റീരിയൽ പറയാനായിട്ടുമില്ല. അപ്പോൾ എഞ്ചിൻ റൂം ഒക്കെ നോക്കുമ്പോൾ ഒരു ഫ്രഷ് വണ്ടി എങ്ങനെ കൊണ്ടു നടക്കണോ അതേപോലെ തന്നെയുള്ള എഞ്ചിൻ റൂമാണ്. ഇപ്പോൾ പുത്തൻ വണ്ടി മേടിച്ചാൽ ഇതേ രീതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബാറ്ററി ഒക്കെ ഒരുപാട് പഴക്കമുള്ള ബാറ്ററിയും കാര്യങ്ങളൊന്നും അല്ല വന്നിട്ടുള്ളത്. അതുപോലെ ബാക്കി പേസ്റ്റുകളും കാര്യങ്ങളും നോക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വേറെ ഒരു തരത്തിലുള്ള ആക്സിഡന്റോ വണ്ടി മീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഏകദേശം നമുക്കിപ്പോൾ ഒരു റിവ്യൂ അനുസരിച്ച് 18-20 ഇടയ്ക്കുള്ള മൈലേജിൽ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിലവിൽ ലഭിക്കുന്നുണ്ട്. ഇത്രയും വലിയ വാഹനത്തിന്, പെട്രോൾ വാഹനത്തിന് ഈ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മൈലേജ് തന്നെ പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന നല്ലൊരു ഐഡിയൽ കാറായിട്ട് നമുക്ക് മാഗ്നറ്റ് പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.